വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 5 എപ്പോഴും ചോദിക്കുന്ന ഒരു തിയറി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഡേറ്റ ടൈപ്സ് ഇൻ ആർ. ഇതിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് നോമിനൽ ആട്രിബ്യൂട്ട്സ് എന്നുള്ളത്. നോമിനൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അതൊരു കാറ്റഗറീനെയോ അല്ലെങ്കിൽ നെയിംസിനെയോ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നോമിനൽ ആട്രിബ്യൂട്ട്സ്. അതിനെ കാറ്റഗറിക്കൽ ആട്രിബ്യൂട്ട്സ് എന്നും കൂടെ വിളിക്കാറുണ്ട്. അതായത് അത് കാറ്റഗറീസിനെ അല്ലെങ്കിൽ നെയിംസിനെ അല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പേര് വന്നത്? കാറ്റഗറിക്കൽ ആട്രിബ്യൂട്ട്സ് എന്ന് പേര് വന്നത്. ഇനി ബൈനറി ആട്രിബ്യൂട്ട്സ് എന്താണെന്നാണ് അടുത്ത് നോക്കുന്നത്. ബൈനറി ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് നോമിനൽ ആട്രിബ്യൂട്ട് ആണ് വിത്ത് ഓൺലി 2 ക്ലാസ്സസ്. അതായത് നോമിനൽ ആട്രിബ്യൂട്ടിൻ്റെ ഒരു ടൈപ്പാണ്, പക്ഷേ അവിടെ രണ്ട് ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ. അതാണ് 0 and 1 എന്നുള്ളത്. ഇനി തേർഡ് വണ്ണാണ് ഓർഡിനൽ ആട്രിബ്യൂട്ട്സ്. ഓർഡിനൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസോ അല്ലെങ്കിൽ റാങ്കിങ്ങോ ഉണ്ട്. ഇനി ന്യൂമറിക് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ക്വാണ്ടിഫയബിൾ എമൗണ്ട്സ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റബിൾ. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ ന്യൂമറിക് ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്. 2 ടൈപ്പ് ഉണ്ട്. ഇൻ്റർവെൽ സ്കെയിൽഡും ഉണ്ട്, റേഷ്യോ സ്കെയിൽഡും ഉണ്ട്. ഇനി അടുത്ത ആട്രിബ്യൂട്ട് പറയുന്നതാണ് ഡിസ്ക്രീറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ് ഓർ കൗണ്ടബിൾ വാല്യൂസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഇൻറ്റിജേഴ്സ് എന്ന് തന്നിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ആട്രിബ്യൂട്ടാണ് കണ്ടിന്യൂസ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഹാസ് റിയൽ നമ്പേഴ്സ് ആസ് ആട്രിബ്യൂട്ട് വാല്യൂസ്. ആട്രിബ്യൂട്ട് വാല്യൂസ് ആയിട്ടുള്ളത് എന്താണ്? റിയൽ നമ്പേഴ്സാണ്. എക്സാമ്പിളായിട്ട് പറയുന്നത് ഹൈറ്റ്, വെയ്റ്റ് ഇതൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് ഡേറ്റ ടൈപ്സ് നോക്കാം. ഡേറ്റ ടൈപ്സ് ഇവിടെ വരുന്നത് ലോജിക്കൽ, ന്യൂമറിക്, ഇൻറ്റിജർ, കോംപ്ലക്സ്, ക്യാരക്ടർ, റോ. ഇത്രയാണ് ഡേറ്റ ടൈപ്സ് വരുന്നത്. ഇനി ഓരോന്നിൻ്റെ എക്സാമ്പിളും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നമുക്ക് നോക്കാം. ലോജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എക്സാമ്പിൾ ട്രൂ, ഫോൾസ് എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ വരുന്നത് ബൂളിയൻ വാല്യൂസ് എന്നുള്ളതാണ്. ഇനി ന്യൂമറിക് ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും 12, 32, 11.2 ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡെസിമൽ നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് ഡേറ്റ ടൈപ്പാണ് ഇൻറ്റിജർ ടൈപ്പ് എന്നുള്ളത്. അതിൽ 3L, 66L, 245L ഏതെങ്കിലും ഒരു നമ്പർ എഴുതിയിട്ട് അതിൻ്റെ കൂടെ L മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻറ്റിജറിന് എക്സാമ്പിൾ. ഹാസ് L സഫിക്സ് ടു ഇൻഡിക്കേറ്റ് ദ വാല്യൂ ആസ് ആൻ ഇൻറ്റിജർ. ആ വാല്യൂ ഇൻറ്റിജർ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ നമ്പറിൻ്റെ ബാക്കിൽ സഫിക്സ് ആയിട്ട് നമ്മൾ L ലെറ്റർ കൊടുക്കുന്നു. ഇനി കോംപ്ലക്സ് ആണ് അടുത്ത ഡേറ്റ ടൈപ്പ്. Z is equal to 1 plus 2i അല്ലെങ്കിൽ Z is equal to 7 plus 3i ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് ഡേറ്റ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. നമ്പേഴ്സ് വിത്ത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. കണ്ടോ, ഇവിടെ റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. 2i എന്നെഴുതിയിരിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഇമാജിനറി പാർട്ട്. അടുത്ത ഡേറ്റ ടൈപ്പാണ് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എക്സാമ്പിളാണ് എ, ഗുഡ്, ട്രൂ ഇങ്ങനെ ടെക്സ്റ്റ് വാല്യൂസ് എഴുതുന്നതാണ് നമ്മുടെ ക്യാരക്ടർ ഡേറ്റ ടൈപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഡേറ്റ ടൈപ്പാണ് റോ ഡേറ്റ ടൈപ്പ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് റോ ബൈറ്റ്സിനെ ഹോൾഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് 7 മാർക്സിനൊക്കെ. ഇത്രയും നിങ്ങൾ പഠിച്ചിട്ട് വൃത്തിയായിട്ട് എഴുതുക.